ഹായ് സുഹൃത്തുക്കളെ, നമ്മുടെ ഫോണിലൊക്കെ ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് ഫോട്ടോസ് എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ. ഇത് ഉപയോഗിച്ച് നമ്മൾ എഡിറ്റിങ്ങിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ പറ്റും വീഡിയോ ചെയ്യുമ്പോൾ. അതിൽ ചെറിയൊരു ട്രിക്കാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് അറിയുന്നവരുണ്ടാവും, അറിയാത്തവരുണ്ടാവും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഞാൻ സ്ക്രീനിൽ 2 വീഡിയോകൾ കാണിക്കാം. ഇവിടെ ഒന്നാമത്തെ വീഡിയോ നിങ്ങൾ കണ്ട്, രണ്ടാമത്തെ വീഡിയോസ് നിങ്ങൾ കണ്ട്. അപ്പോൾ എന്തെങ്കിലും മാറ്റം തോന്നിയത്? ഒന്നാമത്തെ വീഡിയോ കുറച്ച് ജെർക്കിങ് കൂടുതലാണ് അല്ലേ? രണ്ടാമത്തെ വീഡിയോ അതില്ല. അപ്പോൾ ഇതെങ്ങനെ ഇതുപോലെ വീഡിയോ ആക്കാം എന്നുള്ളതാണ്, ഈ രണ്ടാമത്തെ വീഡിയോ പോലെ എങ്ങനെ ആക്കാം എന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഫോട്ടോസ് എന്നുള്ള ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതിനുശേഷം ലൈബ്രറി അതിൽ ക്ലിക്ക് ചെയ്യാം. വീഡിയോ വെച്ച് സെലക്ട് ചെയ്യാം. വേണ്ട വീഡിയോ. ഇവിടെ 44 സെക്കൻഡ് വീഡിയോ ഉണ്ട്. ഇതാണ് വീഡിയോ. ഇതൊന്ന് സെലക്ട് ചെയ്തു. ഇതിനുശേഷം ഇതിനൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ എഡിറ്റ് എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ തെളിഞ്ഞു വരും. ഈ വീഡിയോ എന്നുള്ളതിൽ ഇട്ട് വെച്ചാൽ ഇതുപോലെ കാണാം. അപ്പോൾ ഇവിടെ ഒരു ചതുരത്തിലൊരു ചിഹ്നം കാണാം, ഈ വോളിയത്തിൻ്റെ ശബ്ദത്തിൻ്റെ അടുത്തായിട്ട് താഴെ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ സ്റ്റെബിലൈസിങ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ പോകണമാണ്. നമുക്ക് ഇത് ഫുള്ളാകാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഇപ്പോൾ സ്റ്റെബിലൈസിങ് പൂർത്തിയായിട്ടുണ്ട്. ഇത് ലോങ്ങുള്ള വീഡിയോ ആണെങ്കിൽ ടൈം എടുക്കും. അതേപോലെ തന്നെ കൂടുതലായിട്ട് ഇളക്കുള്ള വീഡിയോകളൊക്കെ ആണെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അതിന് ശേഷം ഇങ്ങനെ വന്നതിന് ശേഷം താഴെ സേവ് കോപ്പി എന്നാണ്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് സേവ് ആയിക്കൊണ്ടിരിക്കണം. ഇതേപോലെ സേവ് ആകും. ഈ വീഡിയോ ഗാലറിയിൽ സേവ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഷോർട്ട് വീഡിയോസ് ഒക്കെ ചെയ്യാൻ പറ്റും. അടിപൊളിയാക്കാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കൊണ്ടുവന്നാം.